ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു. അടിസ്ഥാന വർഗത്തിന്റെ ന്യായമായ ആവശ്യം കേൾക്കാത്ത സർക്കാരിനെ ഇടതുപക്ഷമെന്ന് വിളിക്കാൻ ലജ്ജയുണ്ടെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത കെ.ജി. താര പറഞ്ഞു. അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര് എനിക്ക് അഭിമാനം തോന്നുകയാണ്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു പറഞ്ഞു. കൂട്ടി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മിനിസ്റ്റർക്ക് അവിടെ പോയി ഇൻസെന്റീവ് കൂട്ടി ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നടത്തിയ സമരത്തിലൂടെയാണ് 2 ആഴ്ച മുമ്പ് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ നമ്മുടെ വേതനം വർദ്ധിപ്പിക്കുക അല്ലെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞത്. എന്തായാലും അത്തരം ഒരു പോയി ചോദിച്ച് വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മൂവ്മെന്റിലൂടെ ഈ കേരളത്തിൽ നടക്കുന്ന സമരത്തിലൂടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മളിവിടെ സമരത്തിന് ആധാരമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓണറേറിയത്തിന്റെ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കേണ്ടുന്നത്. ആ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ വരെ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിന് കേന്ദ്ര ധനമന്ത്രിയുടെ അനുമതി വേണ്ടല്ലോ. അപ്പോൾ അതിവിടെ തീരുമാനിക്കണം. എല്ലാവരും മിനിസ്റ്റേഴ്സ് സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടല്ല. കൂടുതൽ വിവരങ്ങളുമായി സൈമ എസ് ചേരുന്നുണ്ട് സമരപ്പന്തലിൽ നിന്നും. സൈമ, നിരാഹാര സമരം തുടരുകയാണോ? ആശാവർക്കർമാർ അവരുടെ നിരാഹാര സമരത്തിലൂടെ സമരം കടുപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ജീന, ഇപ്പോൾ ആശാപ്രവർത്തകർ സമരത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ കടുത്ത സമരരീതിയിലേക്കാണ് ഇപ്പോൾ അവർ നീങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ആശാപ്രവർത്തകരുടെ സമര നേതാക്കളായ 3 പേർ, അതായത് ബിന്ദു, തങ്കമണി, ഷീജ എന്ന് പറയുന്ന 3 നേതാക്കന്മാർ ഇപ്പോൾ നിരാഹാര സമരം തുടങ്ങിയത്. വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് വരും ദിവസങ്ങളിൽ പോകുമെന്ന് തന്നെയാണ് സമര പങ്കാളികൾ അല്ലെങ്കിൽ സമര നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. സർക്കാരുമായി കഴിഞ്ഞ ദിവസം മന്ത്രിതലത്തിൽ വരെ ചർച്ച നടന്നിരുന്നു. വീണ ജോർജുമായി നേരിട്ട് സമര നേതാക്കൾ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും തങ്ങൾക്ക് അനുകൂലമായതോ പ്രതീക്ഷാവഹമായിട്ടുള്ളയോ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നൊരു സൂചന ലഭിച്ചതോടുകൂടി തന്നെയാണ് അവർ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധേയമായത് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായൊക്കെ ചർച്ച നടത്തുമെന്നൊക്കെ ഒരു പ്രസ്താവന ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് JP നദ്ദയെ കാണുന്നതിൽ കൃത്യമായ തീരുമാനമൊന്നും ആയിട്ടില്ല. മറ്റ് ആവശ്യങ്ങൾക്കാണ് താൻ ഡൽഹിയിൽ പോയെന്നുള്ളൊരു പ്രതികരണം വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലുള്ള മറുപടിയും ഇന്നിപ്പോൾ സമരപന്തലിൽ ആശാപ്രവർത്തകർ നൽകിയിരുന്നു. വീണ ജോർജ് കേരളത്തിലുള്ള ജനങ്ങളെയും ആശാപ്രവർത്തകരെയും കബളിപ്പിക്കുകയാണ്. ഏതൊക്കെ രീതിയിലും കൃത്യമായി അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായില്ല. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അതായത് വേതനം, കൃത്യമായ ഓണറേറിയം ഉയർത്തുക, അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെയുള്ള ഇവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇത് കർശനമായി തന്നെ തുടരും. ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ സമര രീതികൾ കടുപ്പിക്കും, സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിലും നൽകിയത്. ഏതായാലും വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് ആശാപ്രവർത്തകർക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്നടക്കമുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമരപന്തലിൽ എത്തിയിട്ടുണ്ട്. ആശാപ്രവർത്തകർക്ക് പ്രവർത്തകരല്ലാതെ തന്നെ രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകയായ കെ.ജി. താരയായിരുന്നു പരിപാടി ഇവരുടെ നിരാഹാരം ഉദ്ഘാടനം ചെയ്തത്. കെ.ജി. താര പറഞ്ഞത് തന്നെ താനൊരു ഇടതുപക്ഷ പ്രവർത്തകയാണ്, അല്ലെങ്കിൽ ഇടതു സഹയാത്രികയാണെങ്കിൽ പോലും ഇടതു സർക്കാരിന്റെ ഈ നയങ്ങളും തീരുമാനങ്ങളും ആശാപ്രവർത്തകരോടുള്ള സമീപനം ഒട്ടും ശരിയല്ല. അതെല്ലാം മാറ്റി സർക്കാർ ശരിയായ രീതിയിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യമാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ.ജി. താര ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആശമാരുടെ സമരം അനിശ്ചിതകാല സമരത്തോടൊപ്പം തന്നെ നിരാഹാര സമരവും തുടങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ സമരം കടുപ്പിക്കാനും കൂടുതൽ ആശാപ്രവർത്തകർ ഈ നിരാഹാര സമരത്തിൽ പങ്കാളികളാവുമെന്ന് തന്നെയാണ് നേതാക്കന്മാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. സമരം തുടങ്ങിയതിന് 39ാം ദിനം നിരാഹാര സമരത്തിലൂടെ അവരുടെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. സൈമയാണ് വിശദാംശങ്ങൾ നൽകിയത്.